ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ അടിപൊളി ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കുറച്ച് എല്ലില്ലാത്ത അതായത് ചിക്കൻ്റെ ചെസ്റ്റ് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി മുറിച്ചിടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എത്രയാണ് ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്മളെ ചില്ലി ഫ്ലെക്സ് അല്ലാതെ പിന്നെ ചുവന്നമുളക് പൊടിച്ചതില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എത്രയാണ് ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതായത് ഇതിലേക്ക് നല്ലോണം മസാലകളൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും കോട്ടാക്കി എടുക്കുക. ഉപ്പൊക്കെ റെഡിക്ക് നോക്കണേ. നിങ്ങൾ പാകത്തിനുള്ള ഉപ്പാണോ ചേർത്തിട്ടുള്ളതെന്ന് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂണ് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചിക്കൻ മുഴുവനായിട്ട് കവറാകുന്ന രീതിക്കുള്ള മൈദയും വേണം. അപ്പോൾ മൈദനെ കറക്റ്റ് അളവ് പറയുന്നില്ല, കാരണം നമ്മൾ ഇതിന് എത്രയാണോ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചുള്ള എടുക്കേണ്ടതിനെ കൊണ്ടാണ് പറയുക. കുഴച്ചാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയും കൂടി, നല്ല കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും കോട്ടാക്കി എടുക്കുക. കാരണം നമുക്ക് ഓരോരോ ചിക്കൻ വെവ്വേറായി കിട്ടുന്ന രീതിക്ക് നമ്മൾ മൈദ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയിട്ട് കഴിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ചിലർക്ക് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ഇതൊന്ന് കഴിച്ചാലെന്നുള്ള കൊതി വരുന്നവരെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മളാണ് ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ആക്കാൻ വേണ്ടി വെക്കണേ. അപ്പോൾ അപ്പോഴേക്ക് ഞാനിവിടെ നമ്മളെ ചീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലേക്ക് ചീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടറാണ് മെൽറ്റാക്കി എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണും ബട്ടർ മെൽറ്റാക്കി എടുക്കുക. നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതായത് നല്ലോണം പിന്നെ ബട്ടറിൽ നല്ലോണം മിക്സ് ആകുന്ന രീതിക്ക് ചെറിയ തീയിൽ, അതായത് സിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ട് ബട്ടറിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് പാലാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ പാലും കൂടിയും ചേർത്ത് കൊടുക്കുക. ഈ പാല് നന്നായിട്ട് നമ്മൾ ഈ മൈദ നന്നായിട്ട് അതായത് മിക്സായി വരുന്ന രീതിക്ക് നന്നായിട്ട് അലിയിച്ചെടുക്കുക. കാരണം മൈദ ഒക്കെ ചൂടാകുന്ന രീതിക്ക് വരും, നല്ലോണം മെൽറ്റായിട്ട് വരിക. അപ്പോൾ നല്ല ചൂടിൽ നമ്മൾ പാലിൽ നന്നായിട്ട് ഈ മൈദ മാവ് നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി എടുക്കുക. നല്ല ചൂടിൽ വെച്ചിട്ട് കൈവെക്കാതെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം പെട്ടെന്ന് അടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് കൈവെക്കാതെ ഇളക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ കട്ട ഉടച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പാലിലെ കട്ടകൾ മുഴുവനായിട്ട് പോയി കിട്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് കുറച്ച് കട്ടായി പോയിട്ടുണ്ട് എന്നോട് വീഡിയോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചീസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും കുറച്ച് നമ്മൾ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കലാണ് ഇത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ചീസും കൂടി അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവെക്കാതെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ചീസ് ഇവിടെ റെഡി, അതായത് നമ്മളെ വൈറ്റ് ചീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നല്ല ക്രീമി രൂപത്തിലാക്കി എടുക്കുക. നമുക്ക് എത്രയാണ് തിക്നെസ് വേണ്ടിയത് അതിനനുസരിച്ച് നമ്മൾ എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചീസ് ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണേ. പിന്നെ നന്നായിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ നമ്മൾ മിക്സാക്കി എടുക്കുക. ഒട്ടും കൈ എടുത്ത് കളയരുത്, കാരണം നമുക്ക് പെട്ടെന്ന് അടിയിലൊക്കെ പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കണം. അതായത് നമ്മൾ ഫ്രോസൺ ആണ് എടുക്കുന്നത്, അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ആക്കാൻ വെച്ച ചിക്കന് ഫ്രൈ ആക്കി എടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എത്രയാണോ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് എടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കാരണം ഉരുളക്കിഴങ്ങൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് കോൺഫ്ലവറിലൊക്കെ മിക്സാക്കി വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പൊരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് സ്വതവേ എല്ലാവരും പിന്നെ ഫ്രോസൺ വാങ്ങിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് എത്രയാണ് വേണ്ടിയത് അതിനനുസരിച്ച് ഒരു ഗോൾഡിഷ് കളർ വരുന്ന രീതിക്ക് നമ്മളിത് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് നല്ലോണം എണ്ണയൊക്കെ പോയതിന് ശേഷം നമുക്കിത് വേറെ മാറ്റി വെക്കാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്, ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ മൈദയിലൊക്കെ കോട്ട് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് മുട്ടയൊക്കെ കൂട്ടിയതിനെ കൊണ്ട് കുറച്ച് നേരം വെച്ചാൽ മതിയാവേ, പെട്ടെന്ന് ഫ്രൈ ആക്കി പൊരിച്ച് കിട്ടും കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അധികം നമ്മൾ റീൽസിലൊക്കെ കാണാം ലോഡഡ് ഫ്രൈസ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സമയത്ത് വേണമെന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. കുട്ടികളുടെ വീട്ടിലൊക്കെ എന്തായാലും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഒരുവിധം വീട്ടുകളിലൊക്കെ എപ്പോഴും സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. ചിക്കനും ഉണ്ടാവും, പിന്നെ ഒന്നും വേണ്ടല്ലോ. പിന്നെ എല്ലാം നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ചിക്കൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു നമ്മൾ പൊരിയുന്ന സമയത്ത് ഒന്നും കൂടി ചെറുതാവില്ല, അതിനനുസരിച്ച് കുറച്ചൊരു വലുതാക്കിയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സൈസ് വേണ്ടി അതിനനുസരിച്ചിട്ട് എന്താക്കുക, ചിക്കൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേ. അപ്പോൾ ഇതൊരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുത്ത് ഈ ഭാഗവും കൂടി നല്ലൊരു ഗോൾഡിഷ് കളറാകുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കുക. ആദ്യം കരിയാൻ നിൽക്കരുത്. കരിഞ്ഞ് കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറൊക്കെ മാറിപ്പോവും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിലേക്ക് എത്തിപ്പെടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റി വെക്കണം. ബാക്കിയുള്ളതും കൂടി ഞാൻ അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഈ എണ്ണ നമ്മൾ വേറെ എണ്ണ ഒഴിച്ചതൊന്നുമല്ല, കാരണം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒഴിച്ച് അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ചിക്കനും ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി മതിയാവേ. അപ്പോൾ അതിവിടെ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ചിക്കനുള്ളത് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പിൽ അതേപോലെ തന്നെ ഇട്ടിട്ട് അതേ ഇതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ എന്താക്കുക, ഫ്രൈ ആക്കി എടുക്കുക. അപ്പുറം മറിച്ചിട്ടിട്ട് കരിയാത്ത രീതിയിൽ നല്ല ഗോൾഡൻ കളറാകുന്ന രീതിക്കിട്ട് ഫ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മയോണൈസ് അടിക്കാനാണ്. അത് നമ്മൾ അടിച്ചിട്ടുണ്ട്. മയോണൈസ് ഇപ്പോൾ എല്ലാവർക്കും അടിക്കാൻ അറിയാലോ, പ്രത്യേകം പറയണ്ടല്ലോ. ഒരു മുട്ടയെ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഓയിലും അതുപോലെ തന്നെ ഒരു മുട്ട മുഴുവനായിട്ടും വെള്ളം മാറ്റി വെക്കണമൊന്നുമില്ല, മുട്ട മുഴുവനായിട്ട് വേണ്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടിച്ചെടുക്കുക. നമ്മളിത് അങ്ങനെ സെറ്റാക്കാൻ നോക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താക്കുക, ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചീസ് അടിയിലും മേലയിലൊക്കെ ചീസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഫുള്ള് ചീസും മയോണൈസും നല്ലോണം ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കി ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് നമ്മൾ അടിപൊളി ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലെ ഞാൻ നല്ലോണം ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം, കാരണം അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വിശന്നു കൊണ്ടായിരിക്കില്ല വരിക. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് ഇതൊക്കെ കൊടുത്തത് ഫുള്ള് കാലിയാക്കി അവരങ്ങ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് അത്രയും നമ്മളങ്ങനെ ഇങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ. നമ്മൾ പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കുന്നത് നമുക്കറിയില്ല എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതിനെ കൂടെ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി വെക്കാം. മസ്റ്റ് ട്രൈ ആണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരും. അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണേ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി അതിൻ്റെ മേലെ ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ.